ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ലാൽ ബ്രദേഴ്സ് മീഡിയ. അപ്പോൾ +1 ഈ വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ഡിസ്കോഴ്സ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് പ്രൊഫൈൽ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിസ്കോഴ്സ് ഐറ്റം എന്ന് പറയുന്നത് പ്രൊഫൈലാണ് അല്ലേ. നിങ്ങൾ 8ാം ക്ലാസ് മുതൽ എഴുതി വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ തംബ്നെയിൽ അത് കണ്ടപ്പോഴേ പ്രൊഫൈലല്ലേ ഇത് ഞങ്ങൾക്ക് എഴുതാൻ അറിയാമെന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ ഇതിന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ കുട്ടികളെ പോലെ സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഗോണ മേക്ക് ചേഞ്ച് ഇൻ യുവർ എക്സാം. കാരണം നിങ്ങൾ ഇപ്പോഴും 8ാം ക്ലാസ്സിൻ്റെ നിലവാരത്തിലാണോ പ്രൊഫൈൽ എഴുതുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുട്ട കിട്ടും. കാരണം വാല്യുവേഷൻ ടൈറ്റ് ആവുകയാണെങ്കിൽ പ്രൊഫൈലിന് മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോഴും ബേസ് ലെവലിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 മാർക്ക് ടീച്ചർമാർ റെഡ്യൂസ് ചെയ്യും. കാരണം പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ കാണിച്ചുകൊണ്ട് എഴുതേണ്ട സാധനമാണ്. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്കില്ലുണ്ട്, കീവേഡ്സുകളുണ്ട്, ആ വേർഡ്സുകളും നിങ്ങളുടെ കൊഹസീവ് ഡിവൈസസും ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതിനാണ് നിങ്ങൾക്ക് പ്രൊഫൈലിന് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് പഠിക്കാം. നമുക്ക് ആദ്യം ഒരു ബേസ് ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ആ ബേസ് ലെവലിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് അഡ്വാൻസ് ലെവലാക്കാമെന്ന് നോക്കാം. അപ്പോൾ പ്രൊഫൈലിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പ്രൊഫൈലിൽ 2 റൂളുണ്ട്, അല്ലെങ്കിൽ ജാതകം. റൂൾ നമ്പർ 1, ജാതകം നമ്പർ 1 എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, ബേസ് കാര്യമാണ്. അതായത് എവിടെ ചേർക്കും? ഇയറിന് മുന്നേ ചേർക്കും. അതുപോലെ ഓൺ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റ് നോക്കുക. ഇൻ ഒരു ഇയർ 1924, ഇൻ 2003. അതുപോലെ സ്പെസിഫിക് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ August 15, 1924. അടുത്ത് ഓൺ 15 February 2003. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓൺ 15 February in 2003 എന്നും നമുക്ക് എഴുതാം. അപ്പോൾ സ്പെസിഫിക് ഡേറ്റിനെയാണ് അതിന് മുന്നെയാണ് നമ്മൾ ഓൺ ചേർക്കുന്നത്, ഓർത്ത് വയ്ക്കുക. അടുത്ത് ഇന്ന് വരുന്നത് ഒരു വലിയ പ്ലേസിനെ കാണിക്കാനാണ്. ഇൻ ട്രിവാൻഡ്രം കേരള, ഇൻ കേരള ഇന്ത്യ. അതുപോലെ അറ്റ് വരുന്നത് ഇപ്പോഴത്തെ വന്നതുപോലെയാണ് സ്പെസിഫിക് ലൊക്കേഷൻ. ഈ ട്രിവാൻഡ്രത്തിൻ്റെ അകത്തൊരു സ്ഥലമല്ലേ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്, അതൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലമല്ലേ. അതിന് മുന്നേ നമ്മൾ അറ്റ് ചേർക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള എന്നും പറയാം. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് നോക്കാം. ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് കിടക്കാം. ഇതാണ് നിങ്ങൾ 8ാം ക്ലാസ് മുതൽ എഴുതി വരുന്ന ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതേപോലെ എടുക്കും, അതിനെ വാസു ഈസും വേറോ ഒക്കെ ഇട്ട് ചുമ്മാ ഒരു സെന്റൻസ് അങ്ങ് എഴുതി വെക്കും. ഇപ്പോഴും അങ്ങനെ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നോക്കുക. ആദ്യം ബോൺ. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഫസ്റ്റ് മാർക്ക്, 1 മാർക്ക് നമുക്ക് സ്കോർ കിട്ടുന്നത് ആരുടെ പ്രൊഫൈലാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ ഹെഡിങ് പേര് അവിടെ ഹെഡിങ് ആയിട്ട് മുകളിൽ എഴുതണം. അതിനാണ് 1 മാർക്ക്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബേസ് ലെവലിൽ എഴുതുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942. ഇവിടെ ബോൺ എന്ന് കിടന്നു, ഇതിനെ നമ്മൾ വാസ് ബോൺ എന്നാക്കി, തീർന്നു. അടുത്ത് സ്കൂൾ എഡ്യൂക്കേഷൻ ഹി സ്റ്റഡീഡ് അറ്റ് ആക്കി. ഇവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ ഹി സ്റ്റഡീഡ് അറ്റ് ആക്കി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ എഴുതി. അപ്പോൾ ബേസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ കിടക്കുന്ന സാധനത്തിനെ വാസും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസും ആഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ബേസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷെ ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ മോഡുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് എഴുതാം. നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. ദ വെൽ നോൺ തിയോറിറ്റിക്കൽ ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942. അതുപോലെ ഹി പെർസ്യൂഡ് ഹിസ് സ്കൂളിങ്സ്. നമ്മൾ ആദ്യം ബേസ് ലെവലിൽ പറഞ്ഞു ഹി സ്റ്റഡീഡ് അറ്റ്. അവിടെ സ്റ്റഡീഡ് അറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ അഡ്വാൻസ് ആകുമ്പോൾ ഹി പെർസ്യൂഡ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ വരുന്നു. ആ ഒരു വേർഡ് വന്നപ്പോൾ നിങ്ങളുടെ സെന്റൻസേ മാറി. അടുത്ത് നോക്കുക, ഹിസ് സയന്റിഫിക് ബ്രില്യൻസ് ഏൺഡ് ഹിം. അല്ലെങ്കിൽ നിങ്ങൾ ബേസ് ലെവലിൽ എഴുതുമായിരുന്നു ഹി ഗോട്ട് ദീസ് കൈൻഡ് ഓഫ് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവാർഡ്സിന്റെ പേര് ഇതിൽ തന്നിരിക്കുന്ന പേര് എങ്ങനെ എഴുതും, അതാണ് നമ്മൾ ബേസ് ലെവലിൽ എഴുതുന്നത്. പക്ഷെ ഇവിടെ എഴുതി ഹിസ് സയന്റിഫിക് ബ്രില്യൻറ്റ് ഏൺഡ് ഹിം ദ പ്രസിഡൻഷ്യൽ മെഡൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. അടുത്ത കീവേഡ് ദ പ്രൂഡന്റ്. ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രൂഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂഡന്റ് ആയിട്ടുള്ള മഹാനായിട്ടുള്ള അദ്ദേഹം പാസ്ഡ് അവേ ഓൺ 14 March 2018 at the age of 76, but his legacy endures. അതായത് അദ്ദേഹം മരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ലെഗസി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ നോക്കുക, അതാണോ ബെറ്റർ, ഇതാണോ ബെറ്റർ?
ബേസ് ലെവലിൽ നിന്ന് എഴുതുന്നതാണോ ബെറ്റർ, അഡ്വാൻസ് ലെവലിൽ നിന്ന് എഴുതുന്നതാണ് ബെറ്റർ? നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് എഴുതുമ്പോഴത്തേക്കും ഈ ഒരു പ്രൊഫൈൽ വായിക്കുന്ന ടീച്ചറിന് തോന്നും ഇവൻ്റെ കയ്യിൽ കുറച്ച് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് എഴുതുന്ന റൈറ്റപ്പും പാരഗ്രാഫിലും അത് കുറച്ചും കൂടെ മാർക്ക് കിട്ടാനായിട്ട്, മാർക്ക് ഇട്ട് തരാനായിട്ട് ടീച്ചറിനെ കുറച്ചും കൂടെ പ്രേരിപ്പിക്കും. ഓക്കെ, നമുക്ക് ഇത് ഇനി എങ്ങനെ എഴുതണം എന്ന് നമുക്ക് നോക്കാം. നോക്കിയോ, അവിടെ നോക്കുക. ഫസ്റ്റ് പ്രൊസീജിയർ, റൂൾ നമ്പർ 2, കീവേഡ്സ് അറിയണം. ഇത്രയും കീവേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം പ്രൊഫൈൽ കിട്ടുമ്പോഴേ നിങ്ങൾ എഴുതുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഹെഡിങ് എഴുതും. ആരുടെ പേരാണോ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതും. അതിനുശേഷം ദ വെൽ നോൺ, തന്നിരിക്കുന്ന ആളുടെ കരിയർ എഴുതണം. ദ വെൽ നോൺ, ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് കരിയർ എന്ന് പറയുന്നത് തിയോട്രിക്കൽ ഫിസിസ്റ്റ്. അപ്പൊ ആ കരിയർ ഇവിടെ എഴുതുക. ദ വെൽ നോൺ തിയോട്രിക്കൽ ഫിസിസ്റ്റ് നെയിം സ്റ്റീഫൻ ഹോക്കിംഗ്. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത്, വാസ് ബോൺ ഓൺ ഡാഷ് 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 8th January 1942. മനസ്സിലായോ? അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കരിയർ എന്ന് പറയുന്നത് ഫിസിസ്റ്റ് മാത്രമായിരിക്കില്ല, ലോങ് കരിയേഴ്സ് കാണാം. ക്രിട്ടിക് കാണാം, കെമിസ്റ്റ് കാണാം, അതുപോലെ പ്ലേ റൈറ്റ് കാണാം, സിംഗർ കാണാം, അതുപോലെ ഫിലിം ഡയറക്ടർ കാണാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഇവിടെ ഫിസിസ്റ്റ് അല്ലാതെ കെമിസ്റ്റ് എന്ന് കിടക്കുന്നു, അടുത്ത് സിംഗർ എന്ന് കിടക്കുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ കരിയർ ഉള്ള ഒരു ആളിന്റെ പ്രൊഫൈൽ നമ്മൾ അടുത്ത സെന്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് he or she have long career, then use he was esteemed as chemist, സിംഗർ, പ്ലേ റൈറ്റർ ആൻഡ് സോ എന്ന് എഴുതുക. അപ്പോൾ അതിൽ ഒരു കരിയർ നമ്മൾ മുകളിൽ എടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന കരിയർ നമ്മൾ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ മാർക്ക് പോകൂലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹി വാസ് എസ്റ്റീംഡ് ആസ് ഡാഷ് 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 എന്ന് എഴുതുക. ഒരു കരിയർ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു സെന്റൻസിന്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യമേ ആ കരിയറിന് നമ്മൾ മുകളിൽ കാണിച്ചു കഴിഞ്ഞു. ഒന്നിൽ കൂടുതൽ കരിയർ ഉണ്ടെങ്കിൽ താഴെ ഇതുപോലെ എഴുതുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്റൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് ചേർത്ത് എഴുതണം. ഇത് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഹി വാസ് നോട്ട് ഓൺലി എ തിയേട്രിക്കൽ ഫിസിസ്റ്റ് ബട്ട് ഓൾസോ എ കെമിസ്റ്റ്, സിംഗർ ആൻഡ് പ്ലേ റൈറ്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത് എഡ്യൂക്കേഷൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട വേർഡാണ് പെർസ്യൂഡ്. ഹി പെർസ്യൂഡ് ഡാഷ് 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 ഫ്രം ദീസ് യൂണിവേഴ്സിറ്റീസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ വേർഡ് നോക്കി വെക്കുക. അടുത്തപോലെ ഹിസ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ആൻഡ് വർക്ക്സ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ കാണും. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബുക്കിന്റെ പേരാണ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ ഏതെങ്കിലും പോയറ്റിന്റെ ആണെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള പോയംസിന്റെ ഇതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോ, അപ്പൊ നോട്ടബിൾ വർക്ക്സിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഹി ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഫോർ, അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇന്ന കൃതികളിലൂടെയാണ്. ആ കൃതികളുടെ പേര് അവിടെ എഴുതുക. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കീവേഡ് ഹി ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് എന്ന വേർഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്കുകളെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു കീവേഡ് കൊണ്ടായിരിക്കണം. അടുത്ത അവാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഴുതും ഹി ഗോട്ട് അവാർഡ് ലൈക്ക് ദീസ് എന്ന് പറഞ്ഞ് എഴുതും. ഇനി അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഹിസ് ലിറ്റററി ബ്രില്യൻസ്, അദ്ദേഹത്തിന്റെ ലിറ്റററി ബ്രില്യൻസ്, കാരണം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് നിങ്ങൾക്ക് ഒരു 3 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പോയറ്റ് അല്ല, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും, ഹിസ് സയന്റിഫിക് ബ്രില്യൻസ് എന്ന് എഴുതും. അപ്പോൾ പോയറ്റ് ആണെങ്കിൽ ലിറ്റററി ബ്രില്യൻസ് എന്ന് എഴുതണം. അദ്ദേഹത്തിന്റെ ലിറ്റററി ബ്രില്യൻസ് അദ്ദേഹത്തിന് എന്തൊക്കെ നേടിക്കൊടുത്തു, ഒരുപാട് അവാർഡ്സ് ലൈക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇവിടെ ഇയർ തരുമ്പോൾ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഇൻ 2009 എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ അല്ലേ? അടുത്ത് ഡൈഡിന് നമ്മൾ എന്ത് ചെയ്യും, ഹി പാസ്ഡ് അവേ അല്ലെങ്കിൽ ഹി ഡഡ് ഓൺ എന്നൊക്കെ പറഞ്ഞ് എഴുതും. പക്ഷെ ഇനി അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ദ ഗ്രേറ്റ്, അവിടെ ഒരു സെന്റൻസ് നമ്മൾ പുതിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഹി വരെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന പ്രോനൗൺ. അപ്പോൾ ലാസ്റ്റത്തെ സെന്റൻസ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യാതെ അവിടെ ഒരു വലിയൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ദ ഗ്രേറ്റ് ലിറ്റററി ഐക്കോൺ അല്ലെങ്കിൽ പ്രൂഡന്റ്. ഇപ്പോൾ ഒരു കവിയാണെങ്കിൽ നമുക്ക് ലിറ്റററി ഐക്കൺ എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ പ്രൂഡന്റ് എന്ന് പറഞ്ഞ് എഴുതാം. പാസ്ഡ് അവേ എന്നിട്ട് ആ ഡേറ്റ് പറയുക
ആൻഡ് ഈ ഒരു സെന്റൻസും കൂടെ ആഡ് ചെയ്യുക. ബട്ട് ഹിസ് ലെഗസി എൻജോയ്സ് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫൈൽ, അഡ്വാൻസ്ഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് ഈ ഒരു മെറ്റീരിയൽ വരുന്നതായിരിക്കും. ഇത് നോക്കി നിങ്ങൾക്ക് നൈസായിട്ട് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കീവേഡ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഠിക്കാനായിട്ട് ഒരു മെറ്റീരിയലും ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട്സ്, സമ്മറി, നമ്മൾ ഇതിനു മുന്നേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനായിട്ടുള്ള സോഴ്സ് ഇല്ല. അപ്പോൾ ആ സോഴ്സ്, ആ ഒരു എല്ലാ കണ്ടന്റും അടങ്ങിയ ഒരു PDF ഈ വീഡിയോയുടെ താഴെ വരുന്നുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഡിസ്കോഴ്സും കൂടെ പഠിക്കുക. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഞാൻ തന്ന സ്റ്റഡി പ്ലാനൊക്കെ പഠിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക.